നമസ്കാരം. നവീൻ ബാബുവിന്റെ മരണത്തിൽ പി ദിവ്യക്കെതിരായ പരാമർശം വിവാദമായതോടെ വിശദീകരണവുമായി എം.വി. ജയരാജൻ. തന്റെ വാക്കുകൾ അടർത്തിയെടുത്ത് തെറ്റായി വ്യാഖ്യാനിച്ചെന്നും പാർട്ടി നിലപാടിൽ മാറ്റമില്ലെന്നും ജയരാജൻ പറഞ്ഞു. വിവാദമുണ്ടാക്കുന്ന പ്രസംഗങ്ങൾ ഒഴിവാക്കേണ്ടതാണെന്ന് മാത്രമാണ് പറഞ്ഞത്. എമ്മിന്റെ മരണത്തിന് പിന്നിൽ ദിവ്യയാണെന്ന ആരോപണത്തിൽ കേസുണ്ട്. കേസ് പോലീസ് അന്വേഷിക്കുകയാണ്. ഒരു വാചകം അടർത്തിയെടുത്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണം നടത്തുന്നുവെന്നും എം.വി. ജയരാജൻ പറഞ്ഞു. എമ്മിന്റെ മരണത്തിനിടയാക്കിയത് ദിവ്യ നടത്തിയ പ്രസംഗത്തിലെ അവസാന പരാമർശം എന്നത് സത്യമാണെന്നായിരുന്നു ജയരാജൻ നേരത്തെ പറഞ്ഞിരുന്നത്. നവീൻ ബാബുവിന്റെ മരണത്തിന് കാരണം ദിവ്യയുടെ പരാമർശം തന്നെയാണെന്നായിരുന്നു കണ്ണൂർ ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. CPM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിലെ പൊതുചർച്ച സംബന്ധിച്ച് വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു ജയരാജൻ നിലപാട് വ്യക്തമാക്കിയത്. എമ്മിന്റെ മരണത്തിനിടയാക്കിയത് ദിവ്യ നടത്തിയ പ്രസംഗത്തിലെ അവസാന പരാമർശം എന്നത് സത്യമാണ്. അതുകൊണ്ടാണ് തെറ്റാണെന്ന് പാർട്ടി പറഞ്ഞത്. ആ കാഴ്ചപ്പാടാണ് അന്നും ഇന്നും പാർട്ടിക്കുള്ളതെന്നും ജയരാജൻ പറഞ്ഞു. ഈ പ്രസ്താവന വിവാദമായപ്പോഴാണ് ജയരാജൻ തിരുത്തുമായി രംഗത്ത് വന്നത്. പി ദിവ്യക്കെതിരെയുള്ള സംഘടനാ നടപടി ജില്ലാ സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ടിൽ വിശദീകരിച്ചിരുന്നു. പി ദിവ്യയുടേത് ന്യായീകരിക്കാൻ കഴിയാത്ത തെറ്റായ നടപടിയാണെന്നായിരുന്നു പ്രവർത്തന റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. സംഘടനാ റിപ്പോർട്ടിന്മേൽ നടന്ന ചർച്ചയ്ക്കിടയിൽ ദിവ്യയെ അനുകൂലിച്ചും എതിർത്തും പ്രതിനിധികൾ സംസാരിച്ചിരുന്നു. ദിവ്യക്കെതിരായ നടപടി മാധ്യമ വിചാരണയ്ക്ക് വഴങ്ങിയെന്ന തോന്നലുണ്ടാക്കിയെന്നും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി വിഷയത്തിൽ അനാവശ്യമായ സമ്മർദ്ദമുണ്ടാക്കിയെന്നും പാപ്പിനിശ്ശേരി ഏരിയ കമ്മിറ്റിയിലുള്ള പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. എമ്മിന്റെ യാത്രയയപ്പ് യോഗത്തിൽ നടത്തിയ പ്രസംഗത്തിലെ ഒരിക്കലും ന്യായീകരിക്കാനാകാത്ത തെറ്റായ പരാമർശത്തെ തുടർന്ന് പി ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കാൻ തീരുമാനിക്കുകയുണ്ടായി. ഈ അച്ചടക്ക നടപടിക്ക് സംസ്ഥാന കമ്മിറ്റി അംഗീകാരം നൽകിയിട്ടുണ്ട് എന്നാണ് ജില്ലാ സമ്മേളനത്തിൽ സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിലെ പരാമർശം. പി ദിവ്യ എമ്മിന്റെ യാത്രയപ്പ് യോഗത്തിൽ പറഞ്ഞത് അഴിമതിക്കെതിരായ സദുദ്ദേശപരമായ വിമർശനം മാത്രമാണെന്നും അത്തരം പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതാണ് എന്നുമായിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ആദ്യ വിലയിരുത്തൽ. ദിവ്യക്കെതിരായ അച്ചടക്ക നടപടി ജില്ലാ സമ്മേളന റിപ്പോർട്ടിന്റെ ഭാഗമായി വന്നതിനാൽ സമ്മേളന ചർച്ചയിലും ഈ വിഷയം ഉയരാം. പാർട്ടിയെ മറയാക്കി പ്രവർത്തിക്കുന്ന കൊട്ടേഷൻ മാഫിയ സംഘങ്ങൾക്കെതിരെ CPM നടപടിയെടുക്കുന്നില്ലെന്നാരോപിച്ച് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായ മനു തോമസിനെതിരായ നടപടിയെക്കുറിച്ചും റിപ്പോർട്ടിലുണ്ട്. ജില്ലാ കമ്മിറ്റി അംഗമായ മനു തോമസ് മെമ്പർഷിപ്പ് പോലും പുതുക്കാതെ അങ്ങേയറ്റം തെറ്റായ നിലപാട് സ്വീകരിക്കാനുണ്ടായതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പയ്യന്നൂരിലെ സംഘടനാ പ്രശ്നത്തെ തുടർന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കിയ TI മധുസൂദനെ പിന്നീട് സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയ കാര്യവും റിപ്പോർട്ടിലുണ്ട്. വൈകിട്ട് നടന്ന ചർച്ചയിൽ പാർട്ടിയെ അടിക്കടി പ്രതിസന്ധിയിലാക്കുന്ന EP ജയരാജന്റെ നിലപാടുകൾക്കെതിരെ വിമർശനമുയർന്നു. EP ജയരാജൻ BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറിനെ കണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം വിവാദമായ പശ്ചാത്തലത്തിലാണ് വിമർശനം. കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് ചേർന്ന തരത്തിലല്ല EP പ്രവർത്തനമെന്ന് അംഗങ്ങൾ വിമർശിച്ചു. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയിലും MV ജയരാജൻ വിശദീകരണം നൽകിയിരുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വാർഡുകളും സീറ്റും പാർട്ടിക്ക് മുന്നണിക്കും ലഭിച്ചു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വേറൊരു രീതിയിലാണ് വോട്ട് ചെയ്തത്. കണ്ണൂർ ജില്ലയിലെ 3 പാർലമെന്റ് മണ്ഡലങ്ങളിൽ പാർട്ടി പരാജയപ്പെടാൻ ഭരണപരവും രാഷ്ട്രീയപരവും സംഘടനാപരവുമായ പാളിച്ചകളുണ്ടായി. ഇതേ തുടർന്നാണ് സംസ്ഥാന കമ്മിറ്റിയുടെ ഭാവി പരിപാടികളെന്ന നിർദ്ദേശം നടപ്പിലാക്കുന്നതിനായി ജനങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കി. ഇത്തരം കാര്യങ്ങൾ എത്രമാത്രം പ്രാവർത്തികമായെന്ന പരിശോധനയാണ് തളിപ്പറമ്പിലെ ജില്ലാ സമ്മേളനത്തിൽ നടക്കുകയെന്ന് MV ജയരാജൻ നേരത്തെ പറഞ്ഞിരുന്നു. നേരത്തെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നിൽ ഭരണവിരുദ്ധമായ വികാരമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പറഞ്ഞിരുന്നു. ഇതിന് ഘടകവിരുദ്ധമായിട്ടായിരുന്നു കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ തന്റേതുൾപ്പെടെയുള്ള തോൽവിയിൽ ജയരാജന്റെ സ്വയം വിമർശനം. നേരത്തെ നടന്ന ഏരിയ സമ്മേളനങ്ങളിൽ ജില്ലാ സെക്രട്ടറി ആയിരിക്കെ MV ജയരാജൻ പാർലമെന്റിലേക്ക് LDF സ്ഥാനാർത്ഥിയായത് വ്യാപക വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. എന്നാൽ ഭരണപരമായ വീഴ്ചയാണ് തന്റേതുൾപ്പെടെയുള്ള LDF സ്ഥാനാർത്ഥികളുടേതെന്ന് ചൂണ്ടിക്കാട്ടി ഒഴിഞ്ഞുമാറുകയാണ് MV ജയരാജൻ.